നിങ്ങൾക്ക് മറീൻ ടാങ്ക് സെറ്റപ്പ് ചെയ്യണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ. നമ്മുടെ ചാനലിൻ്റെ പേര് ഫ്രാപ്പർ ആക്വ മലയാളം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ പേജിൽ കണ്ട പോലെ ഈ ഒരു സാധനത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് റിഫ്രാക്ടോമീറ്റർ. വളരെ 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 ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മൾ സോൾട്ട് വാട്ടർ ടാങ്കോ അല്ലെ മറീൻ ടാങ്ക് വീട്ടിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വേണം കയ്യിൽ. എന്താ വെച്ചാൽ ഇതിലാണ് നമ്മൾ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ വെള്ളത്തിലെ സെലനിറ്റി ലെവൽസിൽ ഉപ്പിൻ്റെ എത്ര കണ്ടൻറ്റ് വേണം അതെല്ലാം ചെക്ക് ചെയ്യേണ്ട ബെസ്റ്റ് സാധനമാണ്. ചീപ്പർ സൊല്യൂഷൻസ് ഉണ്ട് ഹൈഡ്രോമീറ്ററല്ല, പക്ഷേ അതിൽ എക്സാക്റ്റ് നിങ്ങൾക്ക് റീഡിങ് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ സാധനം എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഹോബീൻ്റെ ഉള്ളിൽ ഈ മറീൻ ടാങ്കലിൻ്റെ ഹോബിയിലോട്ട് കയറുന്നെങ്കിൽ എന്തായാലും വേണം. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ ഉണ്ടായ നമ്മൾ മീനോ ആനിമോൺസ് എന്തുണ്ടെങ്കിലും നമുക്കൊന്ന് സേഫായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. എന്താ വെച്ചാൽ മറീൻ ടാങ്കിൽ മെയിൻ സംഭവം വെള്ളമാണ്. വെള്ളത്തിൻ്റെ ലെവൽസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. എന്താ വെച്ചാൽ ഉപ്പ് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മീനിന് ഭയങ്കര എഫക്റ്റ് ആവും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ഉണ്ട്. പിന്നെ ഇതിനെ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യണം, ആദ്യം വാങ്ങിച്ചുകൊണ്ട് ഇതിനൊന്ന് കാലിബ്രേറ്റ് ചെയ്യണം, അതെങ്ങനെ കാലിബ്രേറ്റ് ചെയ്യണം അത് കാണിച്ചിട്ടുണ്ട്. ഡെഫിനറ്റായിട്ട് വീഡിയോൻ്റെ എൻ്റെ വരും കാണാം. പിന്നെ ഈ പ്രോഡക്റ്റ് ഞാൻ ആമസോണിലാണ് വാങ്ങിച്ചത്. എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, വേണ്ടിക്ക് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം. ഇതാണ് നമ്മൾ വാങ്ങിച്ച റിഫ്രാക്ടോമീറ്റർ. ERMA മീറ്ററാണ്. ഇത് ആമസോണിലാണ് വാങ്ങിച്ചത്. ഇതിന് നല്ലൊരു അടിപൊളി കേസാണ് വരുന്നത്. നല്ല ഈസിയാണ് ക്യാരി ചെയ്യാൻ. നല്ലൊരു ലോക്കിങ്ങും നല്ലൊരു ഹാർഡ് കേസാണ്. അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലൊരു ബോക്സാണ്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു സ്പോഞ്ചിലായിട്ട് നല്ല കവറിങ് ആണ്. ട്രാവൽ ചെയ്യുമ്പോഴും ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാറില്ല, എന്നാലും നല്ലൊരു ബോക്സാണ്. ഇതാണ് നമ്മളെ റിഫ്രാക്ടോമീറ്റർ. നമ്മളെ സാധനം നമ്മൾ വാങ്ങിച്ചത് ഇതാണ്. നമ്മൾ മെയിനായിട്ടുള്ള ഫ്രണ്ടിൽ ലെൻസ് വരുന്നത്. അതിനൊരു കവർ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെള്ളം ഇടേണ്ടത്. പിന്നെ ഇതിൻ്റെ ഹോളിൽ കൂടിയാണ് നമ്മൾ നോക്കിയിട്ട് റീഡിങ് എടുക്കുന്നത്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ തന്നിട്ടുണ്ട് കാലിബ്രേറ്റ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പിപ്പറ്റും തന്നിട്ടുണ്ട് വെള്ളം എടുക്കാൻ. ഇപ്പോൾ ഇത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടറാണ് വേണ്ടത്. നമ്മൾ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ സാധനം കിട്ടും. ഡിസ്റ്റിൽഡ് വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഉപ്പില്ല, സോൾട്ട് ഇല്ല. അതുകൊണ്ട് നമുക്ക് 0 ലെവൽ നമ്മളത് വെള്ളം ഇട്ടിച്ചിട്ട് 0 ലെവലിൽ സെറ്റ് ആക്കണം. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യണം. നമ്മൾ ഉപ്പ് വെള്ളം ഇട്ട് സെറ്റാക്കി നമുക്ക് റീഡിങ് കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാലിബ്രേഷൻ പ്രോസസ്സ്. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ മെഡിക്കൽ ഷോപ്പിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ നമുക്ക് 2-3 ഡ്രോപ്പ് മതി. കുറച്ച് എടുത്തു. ഇനി അതിന് മുകളിൽ ഈ ബ്ലൂ ലെൻസിൻ്റെ സ്ഥലത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം സ്പ്രെഡ് ആണ്. അതിന് കുറേ വേണ്ട, ഒരു 4-5 ഡ്രോപ്പ് ഇട്ടിട്ട് ആ കവർ ക്ലോസ് ചെയ്താൽ അത് മൊത്തമായിട്ട് നമുക്ക് ആ ബ്ലൂ ലെൻസിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ആ വെള്ളം സ്പ്രെഡ് ആകും. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്പ്രെഡ് ആയി, കണ്ടില്ലേ? ഓക്കെ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഹോൾഡോട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ആ ഇപ്പോൾ ഉള്ള ലെവലൊന്ന് നോക്കാം. പിന്നെ ഈ സ്ക്രൂ നമ്മൾ കാലിബ്രേഷൻ ചെയ്യേണ്ട സ്ക്രൂ ഈ ഒരു ഹോൾഡകത്താണ്. അതിനൊരു കവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിലുള്ള കൂടി നോക്കിയിട്ട് വേണം ചെയ്ത്. കഷ്ടമാണ് ക്യാമറയിൽ കാണിക്കാൻ, എന്നാലും നോക്കാം. പക്ഷെ ഇതിലിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് നോക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഇത് 0-നെക്കാട്ടി താഴെയുള്ളത്. ഇപ്പോൾ നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു 0 ലെവലിലേക്ക് സെറ്റ് ആക്കണം. 0 ലെവലിൽ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ കാലിബ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ചെയ്യാൻ ഈസിയാണ്, പക്ഷെ ക്യാമറയിൽ കാണിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെ ഈ ഒരു ലെവലിൽ വേണം നിൽക്കാൻ. അപ്പോഴാണ് ഈ കാലിബ്രേഷൻ പ്രോസസ്സ് തീർന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പിന്നെയും കാണിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ഇപ്പോൾ നമ്മൾ കാലിബ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം നമ്മൾ എപ്പോഴും ഡ്രൈ ആക്കിയിട്ട് ഇതിനെ വെക്കാൻ പാടില്ല. ഇതിന് മുകളിൽ വെള്ളം അങ്ങനെ വിടാൻ പാടില്ല. ഇത് തുടയ്ക്കാൻ വേണ്ടി നമ്മൾ ടിഷ്യൂ ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു തുണിയും തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്യണം. വേറെ കുറേ തുണികൾ യൂസ് ചെയ്ത് കുറേ സ്ക്രാച്ച് വരാൻ പാടില്ല. അതുകൊണ്ട് ഇവർ തന്ന തുണി തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഇത് ഓൾവേസ് ഡ്രൈ ആയിട്ട് ആ സർഫേസ് നമ്മൾ എപ്പോഴും ഡ്രൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് തിരിച്ചിട്ട് നമ്മൾ ആ ലെവൽ ഇതിലോട്ട് നോക്കിയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇട്ട് തിരിച്ചിട്ട് വേണം നമ്മളത് 0 ലെവലിൽ കൊണ്ടുവരാൻ. ഇതാണ് നമ്മളെ സംഭവം. കാലിബ്രേഷൻ കഴിഞ്ഞാൽ ഇതിന് തന്ന കവർ ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം കാലിബ്രേറ്റ് ചെയ്താൽ വേറെ നമ്മുടെ റീഡിങ് അങ്ങനെ മാറൂല. ഇപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുറച്ച് ഡ്രോപ്സ് ഇട്ടിട്ട് നോക്കിയാൽ നമുക്ക് നമ്മൾ സോൾട്ട് വാട്ടറിലുള്ള സെലനിറ്റി ലെവൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെള്ളം ഫുള്ളായി സ്പ്രെഡ് ആണ്. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീഡിങ് കിട്ടത്തുള്ളൂ.
അപ്പോൾ ഐഡിയൽ സെലിനിറ്റി ലെവൽ നമ്മളൊരു ഫിഷ് ടാങ്ക് സോൾട്ട് വാട്ടർ അക്വേറിയം വെക്കുമ്പോൾ വരേണ്ടത് 1.020 to 1.025. അതാണ് നമ്മൾ ഐഡിയൽ സെലിനിറ്റി ലെവൽസ്. അപ്പോൾ 1.020 എന്ന് കുറവാണെങ്കിൽ ഉപ്പ് കുറവാണ്, 1.025 കൂടുതലാണെങ്കിൽ അത് ഉപ്പ് വളരെ ജാസ്തിയാണെന്നാണ്. ഇതിന് നടുവിലായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ മറീൻ ലൈഫിലുള്ള ഫിഷസും ആനിമോൺസും ഒന്നും നല്ലൊരു പ്രശ്നമില്ലാണ്ട് പോയിക്കോളും, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കിയിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇതാണ് നമ്മൾ ഒരു ഐഡിയൽ സെലിനിറ്റി ലെവൽ. ഇത് കാണിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്ററാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത്. പക്ഷേ ഹൈഡ്രോമീറ്റർ നമ്മൾ വെള്ളത്തിൽ മുക്കി അത് ഫ്ലോട്ട് ആവും. ഈ പച്ച കളർ കാണുന്ന ഒരു ലെവലിൽ നമ്മൾ വെള്ളം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സെലിനിറ്റി ലെവൽ ഓക്കെ ആണെന്നാണ്. പക്ഷെ ഇത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പക്ഷെ അതിൽ പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് മീനെല്ലാം ചത്തുപോയി. അതുകൊണ്ട് പിന്നെ നോക്കുമ്പോൾ പിന്നെ കുറച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ റിഫ്രാക്ടോമീറ്റർ നല്ലതാണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ അതിൽ നോക്കുമ്പോൾ ആക്ച്വലി നമ്മൾ സോൾട്ട് ലെവൽ കുറവായിരുന്നു. പിന്നെ അതിൽ കുറച്ച് സോൾട്ട് എല്ലാം ആഡ് ചെയ്തപ്പോഴാണ് നമ്മൾ ടാങ്ക് പിന്നെ ഒന്ന് ലെവലായിട്ട് ശരിയായത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് പറയുന്നത് മെയിൻ സംഭവിച്ചാൽ രണ്ടും ഓക്കെയാണ്. പക്ഷേ എക്സാക്ട് റീഡിങ് അറിയണമെങ്കിൽ നമുക്കൊരു റിഫ്രാക്ടോമീറ്ററിൻ്റെ ആവശ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ സോൾട്ട് ഹോബി കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് ഇപ്പോൾ നമ്മൾ ഫിഷസ് എല്ലാം ഓക്കെയാണ്. സോ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളെല്ലാം കാണിച്ചു. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെങ്ങനെ കാലിബ്രേറ്റ് ചെയ്യണം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഇതിൻ്റെ റീഡിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെന്തായാലും നിങ്ങൾ മറീൻ ഹോബിയിലേക്ക് കയറുന്നുണ്ടെങ്കിൽ എന്തായാലും കയ്യിലുണ്ടാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾക്ക് ഇനിയും 4 ചാനൽസ് ഉണ്ട്. നമ്മൾ മലയാളം എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഹിന്ദി, തമിഴ്, കന്നഡ, ഇംഗ്ലീഷിലും വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ കണ്ടൻറ്റ് നിങ്ങൾക്ക് വേറെ ലാംഗ്വേജിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കിയുള്ള ചാനൽസ് ലിങ്ക് താഴെയുണ്ട്. ഡെഫിനറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ പുതിയ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ.